മത്തായിയുടെ സുവിശേഷം 10:39 നമുക്ക് വായിക്കാം. അവിടെ എന്താണ് ഈശോ നമ്മോട് പറയുന്നത്? സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. എന്നെ പ്രതി. എന്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിനെ പ്രതി, കർത്താവിന്റെ വചനത്തെ പ്രതി ചില നഷ്ടപ്പെടലുകൾക്ക് നമ്മൾ തയ്യാറാകണം. പലപ്പോഴും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയോ? നഷ്ടപ്പെടലുകൾ നമ്മൾക്ക് ഇഷ്ടമല്ല. നമുക്ക് എപ്പോഴും ലാഭങ്ങളാണ് ഇഷ്ടം, നഷ്ടങ്ങൾ നമുക്ക് ഇഷ്ടമല്ല. എന്നാൽ കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? എന്നെ പ്രതിയോ എൻ്റെ വചനത്തെ പ്രതിയോ നിങ്ങളുടെ ജീവൻ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, നിങ്ങളുടെ സമ്പത്ത് പണം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, ഈ ലോക സുഖങ്ങള് എന്നെ പ്രതി, ഈശോ പറയാ, എന്നെ പ്രതി നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ അത് നഷ്ടങ്ങളല്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിനെ പ്രതിയുള്ള നഷ്ടപ്പെടലുകളിൽ ആനന്ദിക്കാൻ കഴിയുന്നവനാണ് റിയൽ ക്രിസ്ത്യൻ, അവനാണ് കാത്തലിക്. കർത്താവിനെ പ്രതിയുള്ള നഷ്ടപ്പെടലുകളിൽ നമുക്ക് ഹല്ലേലൂയ പാടാൻ പറ്റുന്നുണ്ടോ? കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ആ നഷ്ടപ്പെടലുകളിൽ എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളിൽ റിയൽ സ്പിരിറ്റ് ഉണ്ട്. നമ്മൾ കൃത്യമായ കർത്താവിന്റെ വഴിയിലൂടെ പോകുന്നത്. എനിക്കിഷ്ടപ്പെട്ട ഒരു മിഷണറിയാണ് വാച്ച്മാൻ നീ. മിടുമിടുക്കനായിട്ടുള്ള ചെറുപ്പക്കാരനായിരുന്നു, നല്ല ബുദ്ധിമാൻ. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് നിയമവിധി വിദ്യാർത്ഥിയാണ്, അഡ്വക്കേറ്റ് ആവാൻ പഠിക്കുകയാണ്, നിയമവിദ്യാർത്ഥിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. അത്രയും നല്ല വൈഭവവും കാര്യശേഷിയും ബുദ്ധിയെല്ലാം ദൈവം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അദ്ദേഹം ആ നാളുകളിൽ ഒരു എത്തീസ്റ്റ് ആയിരുന്നു, നിരീശ്വര ചിന്തകനായിരുന്നു. ദൈവമില്ല എന്ന് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ. ദൈവത്തിന് മഹാകരുണയാൽ തന്റെ യൂണിവേഴ്സിറ്റി, തന്റെ പഠനകാലത്ത് കർത്താവായ യേശുവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, കർത്താവിനെ കണ്ടുമുട്ടുവാൻ ആ ചെറുപ്പക്കാരന് സാധിച്ചു. തന്റെ യൗവനം അവൻ പൂർണ്ണമായും താൻ കണ്ടുമുട്ടിയ തന്റെ കർത്താവിനെ സമർപ്പിച്ചു. എന്റെ സഹോദരി സഹോദരങ്ങളെ, അതിനുശേഷം നല്ലൊരു വക്കീലായി, ഉന്നതമായ ഫീസും വാങ്ങി, കോടീശ്വരനായി വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു. ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കർത്താവിനെ പ്രതി തനിക്ക് ലാഭകരമായിരുന്ന തന്റെ ഈ പ്രൊഫഷൻ അദ്ദേഹം നഷ്ടപ്പെടുത്തുകയാണ്. അദ്ദേഹം കർത്താവിന്റെ മിഷണറിയായി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച്, കഠിനമായ ഞെരുക്കങ്ങളിലും വേദനകളാലും അദ്ദേഹം കർത്താവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകി. വചനത്തിന്റെ തീയായി അദ്ദേഹം രൂപപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ വഴി സഭ ശക്തിപ്പെട്ടു. അനേകം ആത്മാക്കൾ യേശുവിന് നിത്യരക്ഷ സ്വന്തമാക്കി. ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ട് ഒരു ദിവസം, വർഷങ്ങൾക്ക് ശേഷം, തന്നെ പഠിപ്പിച്ച ആ നിയമ അധ്യാപകനെ കണ്ടുമുട്ടുകയാണ്. അധ്യാപകൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു, വാച്ച്മാൻ, നീ എന്ത് മണ്ടത്തര കാണിച്ചു? നീ എത്ര മിടുക്കനായിരുന്നു, നീ എത്ര ബുദ്ധിമാനായിരുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയ സ്റ്റുഡന്റ് ആയിരുന്നു നീ. നിന്റെ ജീവിതം പാഴായി പോയല്ലോ. യേശുവിന് നിന്റെ ജീവിതം കൊടുത്തിട്ട് നല്ലൊരു അഡ്വക്കേറ്റായി ഈ ലോകത്തിന്റെ സുഖങ്ങളും സാധ്യതകളും അനുഭവിച്ച് ജീവിക്കാമായിരുന്ന നീ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചു. തന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ തന്നെ നോക്കി വേദനയോടെ ഈ വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ ഒരു സെക്കൻഡ് അദ്ദേഹം ചിന്തിച്ചു പോയി, ദൈവമേ, എന്റെ ജീവിതം പാഴായി പോയോ? ഞാൻ ഒഴുക്കിക്കളഞ്ഞ സമയവും ആരോഗ്യവും സമ്പത്തും എന്റെ സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടു പോയോ? അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പെട്ടെന്ന് സ്പിരിറ്റ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന് മേൽ
ശക്തിയോടെ വ്യാപരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. തേജസ്സിന്റെ ആത്മാവിനാൽ അദ്ദേഹം നിറയപ്പെട്ടു. കർത്താവിന്റെ മഹത്വം അദ്ദേഹത്തെ മൂടി നിന്നു. അദ്ദേഹം ആത്മാവിന്റെ ആനന്ദം, ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിന്റെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് തന്റെ അധ്യാപകനോട് പറഞ്ഞു, എന്റെ ജീവിതം ഞാൻ എന്റെ കർത്താവിനെ ഒഴുക്കിക്കളഞ്ഞു. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഈ ലോക ജീവിതത്തിൽ എനിക്ക് ലഭിക്കാനില്ല. ഹല്ലേലൂയ. അതാണ് യേശു പറഞ്ഞത്, എന്നെ പ്രതി ആരെല്ലാം ജീവൻ നഷ്ടപ്പെടുത്തുന്നുവോ, സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവോ, നിങ്ങളുടെ സമയം, സമ്പത്തും ആരോഗ്യം കഴിവുകളും നഷ്ടപ്പെടുത്തുന്നുവോ, അതൊന്നും പാഴല്ല, അതിനെല്ലാം പ്രതിഫലമുണ്ടെന്ന് കർത്താവ് ഉറപ്പ് തരിക. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മറ്റാർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം ചില വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഒരു ലൈഫ് സ്റ്റൈല് നമുക്കുണ്ടാകണം. കർത്താവിനെ പ്രതി നഷ്ടമാക്കാൻ, കർത്താവിനെ പ്രതി നമ്മുടെ ജീവിതങ്ങൾ ഒഴുക്കിക്കളയാൻ നമ്മൾ തയ്യാറാകണം. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ ഈ സത്യം ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് വലിയ ലാഭമാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ഇപ്രകാരം സഭയെ പഠിപ്പിച്ചത്. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3:8 എന്താണ് പൗലോസ് പറഞ്ഞത്? നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ശ്രദ്ധിക്കണം. വേലയ്ക്കുള്ള തക്ക കൂലി, ജോലിക്കുള്ള തക്ക കൂലി ദൈവം നൽകും. നമ്മുടെ കർത്താവ് പൊട്ടനല്ല പ്രിയപ്പെട്ടവരെ. കർത്താവിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഓരോ എഫർട്ടും, കർത്താവിനെ പ്രതിയുള്ള ഓരോ കണ്ണുനീരും, കർത്താവിനെ പ്രതിയുള്ള ഓരോ വേദനയും, ഞെരുക്കവും, സങ്കടവും, നൊമ്പരവും, സഹനവും, ത്യാഗവും, നഷ്ടപ്പെടലുകളും, ഇതൊന്നും പാഴല്ല. കർത്താവ് ഉറപ്പ് തരികയാണ്, അതിന് തക്ക കൂലി ദൈവം നൽകും. ഹല്ലേലൂയ. ആനന്ദത്തോടെ ഈശോയ്ക്ക് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. രണ്ടാമത് എന്താണ് കർത്താവ് ഫിലദൽഫിയ സഭയോട് പറഞ്ഞത്? നിന്റെ ശക്തി പരിമിതമാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആത്മാക്കളെ ഓർത്ത് കർത്താവിന് ഭയങ്കര ആനന്ദമാണ്, ഭയങ്കര സന്തോഷമാണ്. ഇപ്രകാരമുള്ള ആത്മാക്കളെ പ്രതി ഈശോയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ആത്മാവായി എനിക്കും നിങ്ങൾക്കും മാറാൻ പറ്റുമോ? നിന്റെ ശക്തി പരിമിതമാണ്. കുറച്ച് നാൾ മുമ്പ് പാലഭാഗത്തൊരു അമ്മച്ചി ഇങ്ങനെ സന്തോഷം കൊണ്ട് കരഞ്ഞ് കണ്ണീരോട് കൂടി എന്നെ വിളിക്കണേ. ഞാൻ ചിന്തിച്ച്, എന്തിനാ അമ്മച്ചി കരയുന്നത്? അമ്മച്ചി പറഞ്ഞു, എനിക്ക് ഒത്തിരി ബ്ലെസ്സിങ് ആണ് ഷെക്കേന ടെലിവിഷൻ. വിശുദ്ധ കുർബാനയും ധ്യാനവും കൺവെൻഷനുകളും മറ്റു പല പ്രോഗ്രാമുകളും ഞാൻ ഷെക്കേന ടെലിവിഷൻ വഴിയാണ് കാണുന്നത്. അമ്മച്ചി പറയാണ്, ഈ ചാനല് നിന്നു പോകരുത് മോനെ, ഒരുപാട് കഷ്ടപ്പാടും ഞെരുക്കവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിൽ അങ്ങനെ പൈസയൊന്നും തരാനില്ല. അമ്മച്ചി പറയാണ്, 3-4 സ്വർണ്ണവളയുണ്ട്. ഞാനും എൻ്റെ ചേട്ടായും അങ്കിളാണ്, അവർ ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുക. അത് ഷെക്കേന ടെലിവിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തരാൻ നോക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരു അതിശയോക്തി പറയല്ല, അവർ വളരെ പരിമിതമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാ. കോടീശ്വരന്മാരൊന്നല്ല, വളരെ പാവപ്പെട്ട മനുഷ്യര്. പക്ഷേ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, കർത്താവിന്റെ മിഷന് വേണ്ടി, കർത്താവിന്റെ ആത്മാക്കൾക്ക് വേണ്ടി അവർ ഉള്ളത് കൊടുക്കുക. അത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് പണം മാത്രമല്ല, അതെന്ത് തന്നെയാണെങ്കിലും. എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. പൗലോസ്ലീഹ സഭയോട് ഈ ദൂത് പറയുന്നുണ്ട്. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 27-28 വചനങ്ങള് നമുക്ക് ആനന്ദത്തോടെ ആത്മാവിൽ നിറഞ്ഞ് ഈ വചനം ഒരുമിച്ച് വായിക്കാം. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തത്. ലോകത്തിന് മുൻപിൽ ഈ സെലിബ്രിറ്റികളായി പോലെ നമ്മൾ കാണുന്നവരെയല്ല, ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ
ലോകദൃഷ്ടിയിൽ അശക്തമായവയും അശക്തമായ 28ാമത്തെ വചനം കൂടി ശ്രദ്ധിക്കാം. നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ട്യാ നിസാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു. ലോകത്തിന് മുൻപിൽ നിസാരങ്ങളായതിനെ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. ശ്രദ്ധിച്ച വചനം. നമ്മുടെ ശക്തി എന്ത്? നമുക്ക് എന്നാ ശക്തിയുള്ളത്? കർത്താവിന്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടാൽ തീർന്നു. നമ്മൾ തീർന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം വീണാൽ അലിഞ്ഞു പോകുന്ന മണ്ണാങ്കട്ടകളാണ് നമ്മൾ. അത്രയുള്ള നമ്മുടെ ജീവിതം. നമുക്കൊരു ശക്തിയില്ല. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാരുണ്യമാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ പരിപാലനയാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജീവനുള്ള വചനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിത് മനസ്സിലാക്കണം.